ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുള്ള കരിമീനും അതുപോലെ ആവോലിയുടെ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി വലുപ്പത്തിലുള്ള കരിമീനാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ചിറകെല്ലാം മാറ്റി കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ചെതലെല്ലാം കത്തി വെച്ചിട്ട് നമ്മൾ ചെതൽക്കെല്ലാം മാറ്റിക്കളയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ചിറകെല്ലാം മാറ്റിയെടുത്തിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കത്തി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിവിടെ ആവോലി ഇതുപോലെ തന്നെ കത്രിക വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കാൻ മറക്കല്ല. ഞാനിവിടെ 1.5 കിലോ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 കിലോ കരിമീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എങ്ങനെയാണ് ഷവായ മീനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഷവായ മീൻ പൊള്ളിച്ചത് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം. ചിക്കൻ ഷവായ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് മീൻ ഷവായ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വാഴയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷവായ ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള മീൻ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഷവായ പോലെ മീൻ ഷവായ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഒരു സ്വർണ്ണമോതിരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗോൾഡിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചി കഷ്ണങ്ങളാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല ഇഞ്ചി കഷ്ണങ്ങൾ, അതുപോലെ തന്നെ 2 തുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ 6-7 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ ആയിക്കോട്ടെ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് നമ്മൾ ചതച്ചിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ ഒരു മിക്സിനെല്ലാം പുരട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനായിട്ട് ഇതിലൊരു സീക്രട്ട് ഉണ്ട്. 2 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സായി പോകരുത് കേട്ടോ. അത് എന്തായാലും ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടും ചെറിയൊരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഓരോ മീനിലും നമ്മൾ നന്നായിട്ട് പുരട്ടി വെക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ മീനിലും നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയിൽ പുരട്ടി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വാഴയിലയിലായിട്ടാണ് ഞാനിവിടെ ഒരു 15-20 മിനിറ്റ് ഞാൻ ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെച്ചത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ, ഫ്രീസറിലല്ല. താഴെ ഭാഗത്തിൽ നമ്മൾ ഫ്രീസറിൽ ഒരു 15-20 മിനിറ്റ് വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനിയിപ്പോൾ ഞാൻ വാഴയിലയിലാണ് കേട്ടോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പാത്രത്തിൽ വെക്കുന്നതിലേറെ ടേസ്റ്റ് നമ്മൾ വാഴയില പൊതിഞ്ഞിട്ട് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ വാഴയിലയിൽ കെട്ടി വെച്ച് നോക്കുക. ഈ ഒരു മീനിൻ്റെ തലയോട് കൂടിയിട്ടാണ് ഞാനിവിടെ അതായത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് തല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ തല വെട്ടിക്കളയാവുന്നതാണ്. ഇവിടെ മീൻ ഷവായ വയ്ക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് വലുപ്പം തോന്നിക്കാനും കൂടുതൽ വലുപ്പം ഉണ്ടെങ്കിൽ പോലും അതിന്മേൽ കൂടെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു ഭംഗി തോന്നുന്നത് കേട്ടോ. ഇനി 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. അത് മുങ്ങി കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. കൂടുതൽ ഓയിലൊന്നും വേണ്ട, ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ആദ്യം തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു പൊടി എന്താ പറയുക
കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിൽ ഇടാതെ കുറച്ച് തീ വെച്ചിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചതച്ചിട്ടെടുത്തുള്ള ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും എല്ലാം കൂടെ ചതച്ചിട്ടെടുത്തിട്ടുള്ള മിക്സ് ആയിരുന്നു. അത് നമ്മൾ ആ ഓയിൽ തന്നെ ഈ ഒരു മീൻ ഇവിടെ പൊരിച്ചതിന് ശേഷം ആ ഒരു ഓയിൽ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കുവാണ്. അതായത് മസാല ഷവായിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറെടുക്കുവാണ്. ഇനി അതിലോട്ട് കുറച്ച് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമ്മൾ ഒരു വാഴയില എടുത്തിട്ട് അതൊന്ന് വാട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മളുടെ ഈ ഷവായ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ എടുത്തിട്ടുള്ള ഫിഷ് ഒരു 1/4 വേവ് ആകുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് ഇതിലോട്ട് വെച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിലും മുകളിലുമായിട്ട് നമ്മൾ ഈ ഒരു മസാല ഷവായയുടെ മസാല പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 4 മടക്കായിട്ട് നമ്മൾ മടക്കിയിട്ടെടുക്കണം. ഇനി ഇതുപോലെ മടങ്ങിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊരിച്ചിട്ടെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂല് ചുറ്റിച്ചിട്ട് കൊടുക്കാവേ. ഇനി മീനിൻ്റെ വായിൽ നിന്നും മോതിരം കിട്ടിയെന്നിട്ടുള്ള തമ്പനയിലുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് സർപ്രൈസായിട്ട് മീൻ നന്നാക്കുന്നതിനിടയിൽ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ ഇടയിലായിട്ട് മീനിൻ്റെ വായിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വല്ലാത്തൊരു സർപ്രൈസായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അതാണ് കേട്ടോ. ഒരു കാപ്പവനത്തിലുള്ള ഒരു ഗോൾഡ് റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് മസാല ഷവായുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ലോഗിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.